സൂര്യയിൽ മഹാസമ്മാന മാസം. ദിവസവും 50 പേർക്കായി 3 ലക്ഷം രൂപയുടെ രത്നങ്ങളുമായി ഈ വാരം. വജ്രവാരം. തിങ്കൾ മുതൽ ശനി വരെ വൈകിട്ട് 6 തൊട്ട് 8:30 വരെ സൂര്യ TV പരമ്പരകൾ മറക്കാതെ കാണൂ. ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകൂ. 50 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ. മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവർക്ക് ഇന്നു മുതൽ പങ്കെടുക്കാം. പുത്തൻ പ്രസരിപ്പോടെ സൂര്യ TV. ഇതിൽ തന്നെ കളിക്കേക്കാം. അല്ല, മോനൂടെ എന്തെടുക്ക? അത് പിന്നെ എനിക്ക് കുടിക്കാൻ കുറച്ച് പാല് വേണമായിരുന്നു. അതാ. മോൻ പൊക്കോ, ഞാൻ കൊണ്ടുവരാം. അല്ല, പാല് ഇരിക്കല്ലേ? ഇത് കൊച്ചമ്പ്രാന് ഫസ്റ്റ് നൈറ്റിനുള്ള ഓ, ഫസ്റ്റ് നൈറ്റിന്റെ പാലാണല്ലേ? ശരി ശരി, എന്നാ എനിക്ക് വേറെ പാലുണ്ടോ? തന്നെ മാലതി, ഓ ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഗംഗയ്ക്ക് മണിയറയിലേക്ക് കൊണ്ടുപോകാനുള്ളതാ. ദേ പാല് കാച്ചി വെച്ചിട്ടുണ്ട് വല്യമ്പ്രാട്ടി. ആ പാല് വേണ്ട, ഇത് പശുവും പാലാ. ഇതിൽ ബദാമും പിസ്ത ഏലക്കൊക്കെ ഇട്ട് സ്പെഷ്യൽ ആയിട്ട് കാച്ചിയതാ. അതുകൊണ്ട് ഈ പാല് കൊടുത്താ മതി. ശരി വല്യമ്പ്രാട്ടി. എടുത്തോണ്ട് വാ. ഈ പഴങ്ങളൊക്കെ എടുത്ത് അവരുടെ മുറി കൊണ്ടുവച്ചേ, ഞാൻ പാലെടുത്തോണ്ട് വരാം. ഇന്നത്തെ ദിവസം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഈ കുടുംബത്തിലെ കൊടുംപാവികൾ എല്ലാവരും കൂടി ഇല്ലാതാക്കിയ ദിവസമാണിത്. നീ അത് മറന്നോ? നീ ഞങ്ങൾക്ക് ചെയ്തു തന്ന ആ സത്യം നീ മറന്നു അല്ലേ? നമ്മൾ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞവരാ. നമ്മുടെ വംശം തന്നെ ഇല്ലാതാക്കിയവര് ഇന്നിവിടെ ആഘോഷിച്ച് സന്തോഷിച്ച് ആനന്ദത്തിൽ ആറാടുമ്പോ നീ ചെതൽപ്പുറ്റിനകത്ത് ഒന്നും ചെയ്യാതിരിക്കുക. നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കടമകളെല്ലാം മറന്നുപോയി അല്ലേ? നീ ഞങ്ങൾക്ക് ചെയ്തു തന്ന സത്യങ്ങളെല്ലാം മറന്നുപോയി അല്ലേ? പറയൂ നന്ദിനി, നമ്മുടെ സത്യങ്ങളെല്ലാം മറനീക്കി പുറത്തു വരണം. നീ പുറത്തേക്ക് വാ നന്ദിനി. ഞങ്ങളുടെ എല്ലാം അവസാനത്തെ ആശ്രയം നീയാണ് നന്ദിനി. ക്രൂരത ചെയ്ത് ആ വീട്ടില് ഒരു നല്ല കാര്യങ്ങളും നടക്കാൻ പാടില്ല നന്ദിനി. പുറത്തേക്ക് വാ നന്ദിനി. വന്ന് നിന്റെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്ക്. വാ നന്ദിനി. ഗംഗിനി സുന്ദരിയായിരിക്കുന്നു. ഗംഗേ, എന്റെ ചക്കരക്കുട്ടി, ഇപ്പൊ നിന്നെ കണ്ടാൽ ആരും കൊതിച്ചു പോവും. അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ട്. ഇതാ മോളെ, ഈ പാല് പിടിച്ചോ. വാ, അങ്ങോട്ട് വാ. നടക്ക. ഗംഗേ, ഉള്ളിൽ പോയിട്ടേ ഇങ്ങനെ പാത്തും പതുങ്ങി നിന്നാ പോരാ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അവനെ നിന്റെ സാരി തുമ്പിൽ കെട്ടിയിട്ടോണം. എന്നാ ചെല്ലുമോളെ. നിക്ക്. നീ എങ്ങോട്ട് പോവാ? നീ ഇന്ന് എന്റെ മുറിയിൽ ഉറങ്ങിക്കോ. ഓ, ഞാനിത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ദേവസേനെ, മോളുടെ അച്ഛൻ ഗംഗയെ കല്യാണം കഴിച്ചിരിക്കല്ലേ. ഇന്ന് അവർക്ക് ഫസ്റ്റ് നൈറ്റാ. അപ്പൊ ആ മുറിയിൽ അവർ രണ്ടുപേരും ഉറങ്ങാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും എന്റെ മുറിയിൽ ഉറങ്ങും. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഫസ്റ്റ് നൈറ്റാ? ഓ, ഞാൻ തോറ്റു. മോൾക്ക് ഫസ്റ്റ് നൈറ്റ് എന്നോ? ദേവസേനെ, എന്തൊക്കെയാ മോളി പറയുന്നേ? ഞാൻ അമ്മുമ്മയുടെ മുറിയിൽ ആദ്യമായിട്ടല്ലേ ഉറങ്ങാൻ പോകുന്നേ. അപ്പൊ എന്റെയും ഫസ്റ്റ് നൈറ്റ് അല്ലേ? ശരിയല്ലേ അമ്മുമ്മ? അതങ്ങനെയല്ല. ആ ഫസ്റ്റ് നൈറ്റ് വേറെ, ഈ ഫസ്റ്റ്. എടി, ഒന്ന് മതിയാക്ക്. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും, അതിനവള് പിന്നെ സംശയം ചോദിക്കും. അതുകൊണ്ട് നമ്മൾ കീഴടങ്ങുന്ന നല്ലത്. നീ പറഞ്ഞത് തന്നെയാ ശരി ദേവസേനെ. ഇനി ഇവിടെ എന്തിനാ നിക്കുന്നേ? ഉള്ളിലോട്ട് പൊയ്ക്കോ. വാ മോളെ, നമുക്ക് പോ.
എന്നെ അനുഗ്രഹിക്കണം. ഏയ് ഗംഗ, എന്ത് ഇതൊക്കെ? നന്ദിനി, പുറത്തു വാ നന്ദിനി, പുറത്തു വാ. ഞാൻ ഇത്രയും നിലവിളിച്ചിട്ട് നിനക്കിത് നീ പുറത്തു വാ നന്ദിനി, പുറത്തു വാ, പുറത്തു വാ. ഞാൻ പറഞ്ഞാല് നീ പുറത്തു വരില്ല അല്ലേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നീ പുറത്തു വരില്ല അല്ലേ? സാരമില്ല, നീ പുറത്തു വരുന്നത് വരെ എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ പോകുക ഞാൻ. എന്നെ കൊണ്ട് സാധിക്കുന്നത് ചെയ്യും ഞാൻ. അവന്റെ ജീവൻ ഞാൻ എടുക്കും. എവിടെ എവിടെ? മതി, ഇത് മതി. അവന്റെ ജീവൻ എടുക്കാൻ ഇത് മതി. രാജശേഖര, കൊല്ലുന്നില്ല ഞാൻ. ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. അതെ, കിച്ചണിൽ ഗ്യാസ് ഓഫ് ചെയ്തോന്ന് നോക്കിട്ട് വരട്ടെ. അതൊക്കെ ജോലിക്കാർ നോക്കൂലേ? അത് സാരില്ല, ഞാനല്ലേ എപ്പോഴും നോക്കാറ്. ഞാൻ പോയിട്ട് വേഗം വരാം. ഏയ്,
ഉറങ്ങുകയാണല്ലേ നീ? ഇനി നീ ഒരിക്കലും ഉണരാൻ പോകുന്നില്ല. ഒന്നുപെടാന്നില്ല ഞാൻ. വെറുതെ വിടില്ല. ആരെങ്കിലും ഒന്ന് വാ. അച്ഛാ 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 എന്തു പറ്റി? അച്ഛാ 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 അങ്കിൾ, എന്തു പറ്റി അച്ഛാ? അച്ഛനെതിരെ നിലവിളിച്ചേ? അവൻ കത്തിയേട്ടനെ കൊല്ലാൻ വന്നതാ. പോയി നോക്ക്. വിടരുത് അവനെ. നോക്കട്ടെ അങ്കിൾ. ഏതവനാ? ഇവിടെ അവരെ കാണുന്നില്ല. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എവിടെ പോയി? അരുണേ, നീ അവിടെ പോയി നോക്ക്. മുരളി, നീ ഈ സൈഡ് നോക്കടാ. ശരി സാർ. വിടരുതവനെ. അച്ഛാ, ദേ അയാൾ ഇവിടെ ഉണ്ട്. വിടരുതവനെ. പിടിക്കടാ. നിക്കണവിടെ. നിക്കാൻ. അവിടെ നിൽക്കാൻ. എന്താ? എന്തു പറ്റി? അച്ഛാ, ആരോ വടി വെച്ച് വീഴ്ത്തിയതാ. വടി വെച്ചു? ഞാൻ ആരാ നോക്കിട്ട് വരാം. അച്ഛൻ പൊയ്ക്കോ. എന്താ വടിയൊക്കെ പിന്നെ അവനെ പോയി പിടിക്കടാ. അച്ഛാ, തല്ലല്ലേ അച്ഛാ? അവനെ പോയി ഞാൻ പിടിക്കാം. നോക്കാം. വടി വെച്ച് തല്ലല്ലേ അച്ഛാ? കണ്ടുപിടിക്കാം. അച്ഛാ. എന്റെ അടുത്തേക്ക് വരരുത്. വന്നോ കൊല്ലും ഞാൻ. കൊല്ലും ഞാൻ. നിൽക്കുന്നത് നല്ലത്. എന്തിനാണ് എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയത്? ഇവൻ അരുൺ, അരുൺ, അവരൊന്നും ചെയ്യണ്ട. ഇയാളെങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ല. ഇയാളെ പോലീസിൽ ഏൽപ്പിക്കണം. അങ്കിൾ, വേഗം പോലീസിന് ഫോൺ ചെയ്യും. ധർമ്മ, നീ പോലീസിനെ ഒന്നും വിളിക്കണ്ട. പറയുന്നത് അറിയാ, പോലീസ് വരട്ടെ. ഇവനെ എങ്ങനെ കേൾക്കടാ. പോലീസിനെ വിളിക്കണ്ടെന്ന്. അരുണേ, അവനെ വിട്ടേക്ക്. വിട്. ഇങ്ങോട്ട് വാ. ധർമ്മ, അവനെ കൊണ്ട്
ഗേറ്റിന് വെളിയിലാ. നീ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ നന്ദിനിയുടെ കയ്യിൽ നിന്ന് ഒരിക്കലും നീ രക്ഷപ്പെടില്ല. നിന്നെ കൊല്ലുവിടാ, കൊന്നിരിക്കും. എന്തിനാണ് നീ അളിയനെ കൊല്ലാൻ നോക്കിയത്? നിന്നെ കൊല്ലുവിടാ. നന്ദിനി പുറത്തു വന്നാൽ നിന്നെ കൊന്നിരിക്കും. നിന്നെ കൊല്ലുവിടാ. നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കുവിടാ, ഇല്ലാതാക്കും. നീ എന്തിനാ മോളെ കരയുന്നേ? അല്ലച്ച, ഈ കുടുംബത്തിലുള്ള ദോഷങ്ങളൊക്കെ എന്നിലുള്ള ദൈവിക ശക്തി മൂലം മാറുമെന്ന് കരുതിയല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് മരുമകളായി വന്ന ഇന്ന് തന്നെ അയാൾ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. നോക്കുമോ, നീ ഇതൊന്നും മനസ്സിൽ വെക്കണ്ട. എന്റെ സമയദോഷം കൊണ്ട് എന്തോ നീ ചെല്ല്, കിടക്കാൻ നോക്ക്. എന്തിനാ അവിടെ നിൽക്കുന്നേ? ചെല്ലേ. ശരി അങ്കിൾ. നീയും പോയി കിടക്ക. കൊല്ലുവിടാ. നന്ദിനി നിന്നെ കൊല്ലും, നിശ്ചയമായി കൊന്നിരിക്കൂടാ. എന്താടാ വീട്ടിൽ കയറി വന്ന് നന്ദിനി എളിയനെ കൊന്നുകളയും തിന്നുകളയെന്നൊക്കെ പറഞ്ഞ് നീ അവിടെ കിടന്ന് അലർന്നുണ്ടായിരുന്നല്ലോടാ. ഈ അളിയനും നന്ദിനിയും തമ്മിൽ എന്താടാ ഇടപാട്? നീ എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞോ, ഇക്കാര്യം വേറൊരു കുഞ്ഞു അറിയില്ല. എടവേ, കാര്യം നീ എന്നോട് പറഞ്ഞ നിനക്ക് എത്ര രൂപ വേണേലും ഞാൻ തരാം. തന്നാലുണ്ടല്ലോ. കേക്ക്, നന്ദിനി പുറത്തു വന്നാ നിന്നെയും കൊല്ലുവിടാ, ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊല്ലുവിടാ. ഇന്ത്യക്ക് മരണമെടുത്തടാ. നന്ദിനി പുറത്തു വന്നാ ഒരുത്തനെയും ജീവനാണ് വിടില്ലടാ. നന്ദിനി പുറത്തു വന്നാ എന്നെയും വിടത്തില്ലെന്നോ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തിട്ടാണാവോ? അല്ല, ഈ നന്ദിനി ആരായിരിക്കും? അളിയന്റെ സെറ്റപ്പ് തന്നെ ആയിരിക്കോ? ഈ ഏലസ് എന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഒരുത്തിക്കും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നന്ദിനി അവിടെ അയാൾ എന്തിനായിരിക്കും അച്ഛനെ കൊല്ലാൻ വന്നത്? അച്ഛൻ എന്താ അയാളെ പോലീസിൽ ഏൽപ്പിക്കണ്ടെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അച്ഛൻ അയാൾ എന്തിനായിരിക്കും അച്ഛനെ കൊല്ലാൻ വന്നത്? അച്ഛൻ എന്താ അയാളെ പോലീസിൽ ഏൽപ്പിക്കണ്ടെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അച്ഛൻ ആരാ ഈ നന്ദിനി? അയാളെ പേര് പറഞ്ഞ ഉടനെ അച്ഛനെന്തിനെങ്ങനെ വെപ്രാളപ്പെട്ടത്? അയാൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിലേക്ക് വരുന്നത്? അതിന് മാത്രം നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമുള്ളത്? ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാ എന്റെ അരുണ നീ ഇപ്പൊ എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നത്. അയാളൊരു ഭ്രാന്തന. അച്ഛൻ വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. എനിക്ക് ഓർമ്മ വെച്ച നാള് മുതല് അച്ഛൻ ഈ വീട്ടിൽ പൗർണമി പൂജ നടത്തുന്നുണ്ട്. അന്ന് ആ പുറ്റു ദേവി ആന്റി തകർക്കാൻ നോക്കിയപ്പോ അച്ഛൻ അവരെ പിടിച്ച് തല്ലി. ഗംഗ വർഷങ്ങളായി അവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോ അച്ഛന് യാതൊരു പ്രശ്നവുമില്ല. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം അവളോട് പൂജ ചെയ്യരുതെന്ന് പറയുന്നു. പുറ്റിന് നീ പൂജ ചെയ്യരുത് മോളെ. ആരും പ്രതീക്ഷിക്കാതിരിക്കുമ്പോ അച്ഛൻ തന്നെ ആ പുറ്റിന് പൂജ ചെയ്യാൻ തുടങ്ങി. അതെ, ചെയ്തു. ഈ പുറ്റിന്റെ കാര്യത്തിൽ അച്ഛൻ എന്തിനാ ഇത്രമാത്രം താല്പര്യം കാണിക്കുന്നത്? ഇതിലെന്തോ ഉണ്ട്. അതെന്താണെങ്കിലും അച്ഛൻ എന്നോട് പറ. എന്നോട് ഇതൊക്കെ മറച്ചു വെക്കേണ്ട കാര്യം എന്താ അച്ഛാ? ഇതിലിപ്പോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല മോനെ. താനെ വളർന്ന ഒരു പുറ്റാ അത്. അതുകൊണ്ട് ആ പുറ്റിന് പൗർണമി പൂജ ചെയ്ത സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്ന് സ്വാമി പറഞ്ഞു. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അയാള് പുറ്റിനടുത്തേക്ക് എപ്പോഴും വരുന്ന അയാള് സത്യമായിട്ട് ഒരു മുഴു ഭ്രാന്തനാ. സ്വയം ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തവൻ. അവൻ എന്തെങ്കിലും ചെയ്തെന്ന് കരുതി അത് ഇത്ര കാര്യമാക്കാൻ മാത്രമൊന്നുമില്ല. അച്ഛൻ ഈ പറയുന്നൊന്നും എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അരുൺ, നീ ചിന്തിക്കുന്ന പോലെ ഒരു പ്രശ്നം അവിടെ ഇല്ല.
അച്ഛൻ പറയുന്ന പോലല്ല, അയാളുടെ പിന്നിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പുജിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അച്ഛൻ പണം മാത്രമല്ല സമ്പാദിച്ചത്, പണത്തോടൊപ്പം ആരുടെയൊക്കെയോ പകയും സമ്പാദിച്ചിട്ടുണ്ട്. അച്ഛൻ സമ്പാദിച്ച ആ പക ഇപ്പോ അച്ഛന്റെ ജീവൻ പോലും ആപത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ സത്യങ്ങൾ അച്ഛൻ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ അച്ഛ, ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് അച്ഛൻ ഇനി മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇത്രയും നാളും അച്ഛനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന നിമിഷങ്ങളെ എനിക്കുണ്ടായിട്ടുള്ളൂ. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരു തരത്തിലും സംശയം ഉണ്ടാക്കുന്ന ഒന്നും അച്ഛന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് ഇവിടെ ഈ നടന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്റെ അച്ഛനെ സംശയിച്ചു പോവുക. എന്റെ അച്ഛൻ കോടീശ്വരനാണെന്ന് പറയുന്നതിനേക്കാളും എല്ലാവരെയും കൊണ്ട് ഒരു നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ആഗ്രഹം വെറുതെ ആയി പോകുന്ന ഞാനിപ്പോ ഭയപ്പെടുന്നത്. എന്റെ അച്ഛനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അച്ഛൻ പറഞ്ഞേ പറ്റൂ. ഒരു കാരണവും ഇല്ലാതെ അയാൾ അച്ഛനെ കൊല്ലാൻ വരേണ്ട കാര്യം എന്താ? അച്ഛനെ കൊല്ലാൻ വന്നയാളും ആ പുറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് ഇടിച്ചു നിരത്താതെ ഇങ്ങനെ പൂജ ചെയ്ത് സംരക്ഷിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അയാളെ പിടിച്ച് പുറത്താക്കുന്ന സമയത്ത് പോലും നന്ദിനി നന്ദിനി നല്ലറി വിളിച്ചില്ലേ? അതാരാ ഈ നന്ദിനി? അയാളോട് അച്ഛൻ എന്ത് ദ്രോഹ ചെയ്തെന്ന് പറ. ആ നന്ദിനി എന്താ ചെയ്തെന്ന് പറ.